ആ അസാക്കേ ആ ഞാട് വരുന്നു. മോൻ എങ്ങനെയുണ്ട് കച്ചവടം? ആ കച്ചവടം വേണം, അതിനാണല്ലോ നമ്മൾ തുറന്നു വെച്ചിക്കണ്. നമ്മക്ക് ഇറച്ചിമുട്ടിയൊക്കെ അതാ കൊയക്കായിട്ടാണ് കത്തിയൊക്കെ. ഏതായാലും പുതിയ കുഞ്ഞുമാൻ ഓലക്കെ ഓൻ നമ്മളെ നാട്ടുകാർ, ഓൻ്റെ കണ്ണുമൂറ് കണ്ടാ അറിയാം. സത്യം പറഞ്ഞില്ലേ കോഴി അങ്ങനെ പ്രത്യേകം പറയണ്ടേ കണ്ണുമൂറ് കണ്ടാറ്. അത് ശരി, തിരക്കില്ലേറ്റപ്പോ അത് ശരി. വടക്ക കൈക്ക് മോറിൽ തുടങ്ങിയില്ലേ? എത്താടാ പച്ചക്കറിമ കെട്ടി മാറിയ അവിടെ ഇറച്ചി ഇതങ്ങനെ താളം തുള്ളി കളിക്കണ്. ഷാബ് പറക്കല്ലേ ആപ്പിയാക്കല്ലേ? ആ നിങ്ങളത് കൊണ്ടുവരുന്ന ആളില്ലേ? മാതാമ കോവളം ബീച്ചിൽ കിടക്കണ ഇറച്ചി മീൻ വാങ്ങാനാണെങ്കിൽ കീശേരി അങ്ങാടിയിലേ ആ കീശേരി മാർക്കറ്റിൽ ദുബായിൻ്റെ അങ്ങേ തലക്കന്ന് വരെ ആള് വരും. ആ പെരുന്നാളിൻ്റെ പരിപാടി അത് മതി. എന്താ ഇപ്പൊ പെരുന്നാളിൻ്റെ തിരക്കാകാനാണ്ട്? അല്ല അത് വേണം. ഇവിടെയൊക്കെ ബദറ് കഴിഞ്ഞാലോടാ. എത്താ മുട്ടായിട്ടിക്കാ റഫീക്കോട് പോയി. ആട്ടിറച്ചിൻ്റെ കോള് കണ്ടല്ലോ, പെരും തിരക്കാ അവിടെ. കുഞ്ഞുവാൻ നല്ല തിരക്കല്ല. നിങ്ങൾ വാപ്പി മാനേ ഉള്ളൂ. ഇവിടെ ബട്ടാൻ വേറെ ആരും ഒന്നും ആക്കിയില്ലേ? ഇവിടെ ഉണ്ടല്ലോ. ആടുകൊള്ളുണ്ടോ? അല്ല ആടിന്റെ ഇറച്ചി വെട്ടുമ്പോ കുടല് ബാക്കി ഉണ്ടാവുമല്ലോ, അതുണ്ടോ ചോദിച്ചാ. ആചാര്യം ഉണ്ടാക്കുന്ന ആചാര്യം ഇങ്ങോട്ടൊന്ന് നോക്കിയാളി. പിന്നെ പുറത്തോട്ട് അറിയരുത് പിന്നെ കാണുമ്പോ. നമ്മളെ മാർക്കറ്റാണ് വലിയ തിരക്കുള്ള മാർക്കറ്റ്. ചിലയിടത്തൊക്കെ ഇപ്പൊ തിരക്കില്ല എന്നാണ്. ഇവിടെ എന്താ സ്ഥിതി കീശേരത്തെ? ആ എന്തൊരു സംഗതി എന്നാലും നമ്മളെ കീശേരി മാർക്കറ്റിൽ തിരക്കില്ലാക്കൂല. അതിന്റെ പവറാണ് ഈ കാണുന്നത്. കണ്ടങ്ങൾ കഴിഞ്ഞില്ല വരി. ഇഞ്ഞും കുറേ ഒക്കെ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഇഞ്ഞും കാണാനുണ്ട് വരി. കണ്ടങ്ങൾ ഇറച്ചിയാണ് തൂങ്ങിക്കണ്. ആൾക്കാർ വരവന്നെ വരവ്. മീൻ പീടിയിൽ ആൾക്കാർ ഒരു വിധം വന്നുപോയി. പെരുന്നാളിൻ്റെ കീശേരിയങ്ങാടി മാർക്കറ്റിൻ്റെ പവർ തഞ്ഞുണ്ട് കാണാൻ. വലിയ തടി എടുക്കാല്ലേ? പെരുന്നാളിൻ്റെ കച്ചവടമൊക്കെ അങ്ങനെ ഉണ്ട് സാറല്ലേ? എന്നാ അത് കേട്ടാൽ മതി, അത് വലിയ സന്തോഷം. മനുഷ്യന് ബജ്ജി എടുക്കാൻ പറ്റാത്ത കോലത്തിലാണ് പമ്പറത്തെ വലിയ പറയാൻ ആരാത്? എങ്ങനെയുണ്ട് പെരുന്നാൾ? എങ്ങനെ അടിപൊളിയാണോ? ആ എന്നാ മതി. ഓക്കെ എന്നാ കാണാം. ആ എങ്ങനെയുണ്ട് പെരുന്നാളിൻ്റെ മൈലാഞ്ചി കച്ചവടമൊക്കെ സാറല്ലേ? ബാബു എങ്ങനെയുണ്ട് പെരുന്നാളിൻ്റെ കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നല്ല നല്ല അത്തറാണല്ലോ ഈ കാണണമൊക്കെ. എന്താണ് ചെയ്യുമ്പോ നമ്മുടെ കീശേരങ്ങാട്ടിലെ കച്ചവടം എങ്ങനെ ഉണ്ട് അതൊന്ന് പറഞ്ഞാണി. അതാണ്, അത് കേട്ടാൽ മതി. അപ്പോൾ കുട്ടികളെ കുൽമാൽ ഭാസ്കരനാണ് ഇപ്പോൾ ഈ വിവരമൊക്കെ പറഞ്ഞത്. കുൽമാൽ ഭാസ്കരൻ്റെ വിശേഷങ്ങൾ എന്ന ചാനലിലൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഇനിയും നമ്മളെ കീശേരിയങ്ങാടിൽ ഒരുപാട് ഭാഗങ്ങൾ കാട്ടാണ്ട്. എല്ലാം കൂടി ഇത് കാട്ടാണ്ട് 2.5 മണിക്കൂറുള്ള സിനിമ അല്ല. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എല്ലാവർക്കും നന്മ നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും അടിച്ചാണ്ട് പൊളിച്ചാളി, വേറെ ഒന്നും നോക്കണം. അതിന് വരുന്നാണ്ട് വരും.